അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഭൂപ്രകൃതി സവിശേഷതകൾ എന്നുള്ള ടോപ്പിക്കിലെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ദയവായി ആ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ക്ലാസ്സുകളുടെ ഫ്രീ PDF ലഭിക്കാനായി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലോഗിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നില്ലെങ്കിൽ KPC ഡ്യൂഡ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. എന്താണ്? ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങളും ദ്വീപുകളും. എന്താണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങളും ദ്വീപുകളും. ഓക്കെ, ഇന്ന് നമ്മൾ ഉത്തരപർവ്വത മേഖലയ്ക്ക് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഇടുന്നത്. ബാക്കി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഈ കാണുന്ന ഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖലകൾ വരുന്നത്. ഓക്കെ, ഉത്തരപർവ്വത മേഖലകൾ ഈ കാണുന്ന ഭാഗങ്ങളാണ്. ഇനി ഈ കാണുന്ന ഭാഗങ്ങളാണ് ഏകദേശം ഉത്തര മഹാസമതലം. ഓക്കെ, ഉത്തര മഹാസമതലം ഏകദേശം ഈ കാണുന്ന ഭാഗങ്ങളാണ്. ഇനിതാ ഈ കാണുന്ന ഭാഗങ്ങളാണ് ഉപദ്വീപ്. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനാണ് ഉപദ്വീപ്, 4 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനാണ് നമ്മൾ ദ്വീപ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്താണ് ഉപദ്വീപ് എന്നുള്ളത്. ഓക്കെ, ആ വീഡിയോ കാണാത്തവരാണ് ദയവായി അതൊന്ന് കണ്ടിട്ട് വരിക. ഇനി ഈ ഭാഗങ്ങളാണ് തീരപ്രദേശങ്ങൾ. ഓക്കെ, തീരപ്രദേശങ്ങൾ ഏതാണ്ട് ഈ ഭാഗങ്ങളാണ്. അതുപോലെ ദ്വീപുകൾ ഇവിടെ പറഞ്ഞുണ്ട്, ആൻഡമാൻ നിക്കോബാർ, ഇവിടെ ലക്ഷദ്വീപ് സമൂഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയ്ക്ക് ജസ്റ്റ് ഒരു തുടക്കം ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താ മാപ്പ് അനുസരിച്ച് ഇന്ത്യനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഭൂപ്രകൃതി അനുസരിച്ച്. എന്തൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകളും. അതിൽ ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ് ഇനി പറയുന്നത്. എന്താണ് ഉത്തരപർവ്വത മേഖല? ലഡാക്കിൻ്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഓക്കെ, ലഡാക്കിൻ്റെ എന്നാണ്, ലഡാക്കിനെ എന്നല്ല, PDF ഒരു പെശകാണത്. ലഡാക്കിൻ്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല. അവിടെ തൊട്ടാണ് ലഡാക്കിൻ്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇന്ത്യയെ ഭൂപ്രകൃതി അനുസരിച്ച് 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഉത്തരപർവ്വത മേഖല. ആ ഉത്തരപർവ്വത മേഖലയെ ആ പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകൾ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹിമാലയൻ നിരകൾ, പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ. അറിയാലോ, പൂർവ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക്, പശ്ചിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ്. ഓക്കെ, അപ്പോൾ പൂർവാചൽ എന്ന് പറയുമ്പോൾ അഥവാ കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്, മാറിപ്പോയത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയിട്ട് ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ പറഞ്ഞൊന്ന് വേഗത്തിലൊന്ന് വായിച്ചുവിടാം. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങളും ദ്വീപുകളും. അതിൽ ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ ലഡാക്കിൻ്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ. ഓക്കെ, ഇനി പറയുന്നു ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ഓക്കെ, ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം എന്നറിയപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയൻ നിരകൾ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. എന്താണ്? ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിരാ കോളിനെ പറ്റി. ഓക്കെ, ആ ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത് ഈ ട്രാൻസ് ഹിമാലയൻ നിരയിലെ ഒരു പ്രധാന പർവ്വത നിരയായ കാരക്കോറത്തിലാണ്. ഓക്കെ, അപ്പോൾ കാരക്കോറം പർവ്വത നിരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ വടക്കേറ്റമായ ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ട്രാൻസ് ഹിമാലയൻ നിരകൾ ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി പറയുന്നു ഹിമാലയൻ നിരകൾ. എന്താണ് ഹിമാലയൻ നിരകൾ? ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകൾ, അതായത് ഹിമാലയം 3 സമാന്തര പർവ്വത നിരകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓക്കെ, ഈ കൂട്ടത്തിൽ ഏറ്റവും പൊക്കം കൂടുതൽ ഹിമാദ്രി, ഹിമാദ്രിനേലും പൊക്കം കുറഞ്ഞ നിരയാണ് ഹിമാചൽ, അതിനേലും പൊക്കം കുറഞ്ഞാണ് സിവാലിക്. ഇങ്ങനെ സമാന്തരമായിട്ടാണ് നിൽക്കുന്നത്, ഏതാണ്ടൊക്കെ നമ്മുടെ പടി പോലെ. ഓക്കെ, പടി പോലെ ഇതാ ഇങ്ങനെ പടി പോലെയാണെന്ന് ചിന്തിക്കുക. അതായത് ഇതാണ് ഹിമാലയ നിരകൾ, അതിലെ ഹിമാദ്രി ഈ ഭാഗവും, ഓക്കെ, ഇത് ഹിമാദ്രി ഭാഗം എന്ന് ചിന്തിക്കുക. ഇത് ഹിമാചൽ ഭാഗം. ഓക്കെ, ഹിമാലയ നിരയിലെ ഹിമാചൽ ഭാഗമാണിത്. ഈ കാണുന്നത് സിവാലിക്. ഓക്കെ, ഇങ്ങനെ 3 സമാന്തരമായ പർവ്വത നിരകളായിട്ടാണ് ഹിമാലയത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓക്കെ, എന്തൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അങ്ങനെ ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി നമ്മൾ പറയുന്ന ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിച്ചെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകളെന്ന് നമ്മൾ പറഞ്ഞു. ആ പൂർവാചൽ എന്താണെന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് കിഴക്ക്, അതായത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വത മേഖലയാണ് പൂർവാചൽ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വത മേഖലയാണ് പൂർവാചൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പൂർവാചൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ ജസ്റ്റ് ട്രാൻസ് ഹിമാലയത്തിനും പൂർവാചലിനും ഹിമാലയത്തിനൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കൊടുത്തുവിടുന്നത്, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇനി അടുത്ത പറയുന്നത് ഹിമാലയം. ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം അഥവാ മഞ്ഞിൻ്റെ വീട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഞ്ഞിൻ്റെ വാസസ്ഥലം അഥവാ മഞ്ഞിൻ്റെ വീട്. ഓക്കെ, അതുപോലെ തന്നെ ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഹിമാലയം. ഓക്കെ, വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഹിമാലയമാണ്. അപ്പോൾ ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഹിമാലയം. നമുക്കറിയാമല്ലോ, മിക്ക പ്രധാനപ്പെട്ട നദികൾ, അതായത് ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം തന്നെ എടുത്താലും ഗംഗ, ബ്രഹ്മപുത്ര, യമുന മുതലായ എല്ലാ നദികളും ഉത്ഭവിക്കുന്ന ഹിമാലയത്തിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏഷ്യയിൽ പല ഭാഗങ്ങളിലേക്കും ഹിമാലയത്തിൽ നിന്ന് നദികളും അങ്ങനെ പലതും ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏഷ്യയുടെ വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്ന് എന്തറിയപ്പെടുന്നത്? ഹിമാലയം അറിയപ്പെടുന്നത്. ഇനി ഓർക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം. എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹിമാലയമാണ്. ഈ മടക്ക് പർവ്വതങ്ങൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, വേൾഡ് ജോഗ്രഫി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതമാണ് ഹിമാലയം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം, ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതമാണ് ഹിമാലയം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹിമാലയമാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹിമാലയമാണ്. ഇനി പറയുന്നു, ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന്, ഓക്കെ, അഥവാ ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവയ്ക്കിടയിൽ ഒരു സമുദ്രമുണ്ടായിരുന്നു. ഓക്കെ, തെദിസ് എന്ന് പേരുള്ളൊരു സമുദ്രം. ആ സമുദ്രത്തിൻ്റെ അടിത്തട്ട് പ്രഷറുണ്ട്, അഥവാ സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെട്ട ഒരു പർവ്വത നിരയാണ് ഹിമാലയം. എന്താണ്? ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെദിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെട്ട ഒരു പർവ്വത നിരയാണ് ഹിമാലയം. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ്. ഈ എവറസ്റ്റിൻ്റെ ആദ്യത്തെ പേര് എവറസ്റ്റ് എന്നായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നത് 1865 വരെ അതാണെന്ന് തോന്നുന്നു വർഷം, എനിക്ക് കൃത്യം ഓർമ്മ കിട്ടുന്നില്ല. 1865 സംതിങ് എന്തോ ആണ്. ഓക്കെ, അതുവരെ എവറസ്റ്റിൻ്റെ പേര് പീക്ക് 15 എന്നായിരുന്നു. അതായത് സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേര് പീക്ക് 15 എന്നായിരുന്നു. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക, നമ്മൾ ഡീപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും ഇതിനെപ്പറ്റി. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2400 കിലോമീറ്റർ ദൂരം ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. അതായത് പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത്
ഹിമാലയത്തിൻ്റെ നീളം തന്നെയാണ് പറയുന്നത്. അതായത് ഹിമാലയത്തിൻ്റെ നീളം 2400 കിലോമീറ്റർ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് എവിടം തൊട്ട് എവിടം വരെ വ്യാപിച്ചു കിടക്കുന്ന, പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഹിമാലയ നിരകൾ വ്യാപിച്ചു കിടപ്പുണ്ട്. ഓക്കെ, അതിൻ്റെ നീളമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് 2400 കിലോമീറ്റർ ദൂരം. അപ്പോൾ പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2400 കിലോമീറ്റർ ദൂരം ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. ലഡാക്ക് പ്രദേശത്ത് ഹിമാലയ പർവ്വതത്തിന് 400 കിലോമീറ്റർ വീതിയുണ്ട്. എന്നാൽ അരുണാചൽ പ്രദേശിലേക്ക് എത്തുമ്പോഴേക്കും ഈ വീതി കുറഞ്ഞ് 150 കിലോമീറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഏതാണ്ട് ലഡാക്ക് പ്രദേശത്ത് ഒരു 400 കിലോമീറ്റർ വീതിയാണ് സങ്കല്പിക്കുക. ഇങ്ങനെ കിഴക്കൻ ഭാഗത്തേക്ക് വരുന്നതനുസരിച്ച് ഹിമാലയത്തിൻ്റെ വീതി ഇങ്ങനെ ഏകദേശം കുറഞ്ഞ് വന്ന് അരുണാചൽ പ്രദേശ് ഭാഗത്തേക്ക് എത്തുമ്പോൾ 150 കിലോമീറ്റർ ആയിട്ട് കുറയുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലഡാക്ക് പ്രദേശത്ത് 400 കിലോമീറ്റർ വീതിയുള്ള ഹിമാലയം അരുണാചൽ പ്രദേശിലേക്ക് എത്തുമ്പോഴത്തേക്കും 150 കിലോമീറ്ററായി കുറയുന്നു. ഓക്കെ, ഇനി അടുത്ത പറയുന്നു, ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിലായി നിൽക്കുന്ന ഇന്ത്യയുടെ ഭാഗമാണ് ഹിമാലയം. എന്താണ്? ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിലായി നിലനിൽക്കുന്ന ഇന്ത്യയുടെ ഭാഗമാണ് ഹിമാലയം. എവിടെ തൊട്ടാണ്? ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ നിലനിൽക്കുന്ന ഇന്ത്യയുടെ ഭാഗമാണ് ഹിമാലയം. അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഓർക്കുക, ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് എന്ത് ശിലകൾ കൊണ്ടാണ്? അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് അവസാദ ശിലകൾ? നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ ശിലകൾ എന്ന സബ്ജക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള പല ശിലകളെ പറ്റി പഠിക്കുന്നതായിരിക്കും. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എന്താണ് അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന, നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ് മ്യാൻമർ. ഈ മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്ന പേരെന്ത്? അരക്കൻ യോമ. ഇമ്പോർട്ടൻ്റ്, ഓർത്ത് വെക്കുക. ഓക്കെ, അരക്കൻ യോമ എന്നാണ് അറിയപ്പെടുന്നത്. മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? അരക്കൻ യോമ. ഓക്കെ, അരക്കൻ യോമ എന്നാണ് മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത്. അടുത്ത നമ്മൾ പറയുന്നു, ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയേത്? ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയാണ് ഏത്? പാമിർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയാണ് എന്ത്? പാമിർ എന്നറിയപ്പെടുന്നത്. പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളാണ് ഏതൊക്കെ? ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം. ഓക്കെ, പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളാണ് ഏതൊക്കെ? ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം. ഓക്കെ, ഏതൊക്കെയാണ്? ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിവിധ ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളിൽ നിന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചത്. ഈ കാണുന്നതാണ് പാമിർ പർവ്വതനിര എന്നൊന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് പാമിർ പർവ്വതക്കെട്ടെന്ന് സങ്കല്പിക്കുക. ഇതിൽ നിന്നും വിവിധ ദിശകളിലേക്ക് പല പർവ്വതനിരകൾ ഇങ്ങനെ പോകുന്നുണ്ട്, സ്പ്ലിറ്റ്. ഓക്കെ, ഏകദേശം ഇങ്ങനെയൊക്കെ കുറേ പർവ്വതനിരകൾ പോകുന്നുണ്ട്. അങ്ങനെ വിവിധ ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ? ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായവ. ഓക്കെ, ഇനി പറയുന്നു, ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് ലെനിൻ കൊടുമുടി. ഓക്കെ, ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ് ലെനിൻ കൊടുമുടി. ഈ ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പാമിർ പീഠഭൂമിയിലാണ്. എവിടെയാണ്? പാമിർ പീഠഭൂമിയിലാണ് ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പം പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളൊക്കെയാണ് ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായവ. അതുപോലെ ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പാമിർ പീഠഭൂമിയിലാണ്. ഓക്കെ, പാമിർ പീഠഭൂമിയിലാണ് ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. രണ്ട് ഭൂഖണ്ഡങ്ങളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായി പർവ്വതനിരകൾ രൂപപ്പെടുന്നതിനാണ് ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്? രണ്ട് കോണ്ടിനെൻറ്റ്സ് അഥവാ രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അങ്ങനെ കൂട്ടിയിടിക്കുന്ന സ്ഥലത്ത് ഒരു ഉയർച്ച ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന ഉയർച്ചയിലൂടെ ഉണ്ടാകുന്ന പർവ്വതനിരകൾ. ഓക്കെ, ചില പർവ്വതനിരകൾ ഉണ്ടാവും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റ്. ഓക്കെ, എന്താണ്? രണ്ട് ഭൂഖണ്ഡങ്ങളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായി പർവ്വതനിരകൾ രൂപപ്പെടുന്നതിനാണ് ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റിലൂടെ രൂപപ്പെട്ടതാണ് പാമിർ. നമ്മൾ പറഞ്ഞില്ലേ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമിർ പീഠഭൂമി. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, മിക്കപ്പോഴും ചോദിക്കുന്നത്. ഈ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമിർ പീഠഭൂമി ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റിലൂടെയാണ് രൂപപ്പെട്ടത്. ഓക്കെ, ഇപ്പം ഞാൻ അത്ര ഒന്നുകൂടെ ഒന്ന് പറയാം. ഇപ്പോൾ ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഹിമാലയമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതവും ഹിമാലയമാണ്. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം. സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേരാണ് പീക്ക് 15. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2400 കിലോമീറ്റർ ദൂരം ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. ലഡാക്ക് പ്രദേശത്ത് ഹിമാലയ പർവ്വതത്തിന് 400 കിലോമീറ്റർ വീതിയുണ്ട്. എന്നാൽ അരുണാചൽ പ്രദേശിലേക്ക് എത്തുമ്പോഴേക്കും 150 കിലോമീറ്ററായി കുറയുന്നു. ഓക്കെ, ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിലായി നിലനിൽക്കുന്ന ഇന്ത്യയുടെ ഭാഗമാണ് ഹിമാലയം. അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് അരക്കൻ യോമ എന്നാണ്. ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയാണ് പാമിർ. പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളാണ് ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം. അതുപോലെ തന്നെ ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പാമിർ പീഠഭൂമിയിലാണ്. രണ്ട് ഭൂഖണ്ഡങ്ങളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായി പർവ്വതനിരകൾ രൂപപ്പെടുന്നതിനാണ് ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റിലൂടെ രൂപപ്പെട്ടതാണ് പാമിർ. അതുപോലെ തന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം തന്നെ ക്ലാസ് കണ്ടുകൊണ്ട് ഇവിടുന്ന് തന്നെ പഠിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ മിക്കതും റിപ്പീറ്റ് അടിച്ച് വീണ്ടും പറയുന്നത്. വീണ്ടും നമ്മുടെ തലയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത് ഇത് കാണണം എന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് തന്നെ ഇത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ വേഗത്തിൽ വായിച്ചുവിടാം. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യ 4 വിഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. പിന്നെ നമ്മൾ പറഞ്ഞു ഉത്തര പർവ്വത മേഖല എന്താണ്? ലഡാക്കിൻ്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ, പിന്നെ ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ? ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് എന്ത്? ട്രാൻസ് ഹിമാലയം. ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി പറയുന്ന ഹിമാലയ നിരകൾ. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി പൂർവാചലിനെ പറ്റി പറയുന്നു. എന്താണ്? ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വത മേഖലയാണ് പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ ഹിമാലയത്തെ പറ്റി ഡീറ്റെയിൽഡ് പറഞ്ഞു. ഡീറ്റെയിൽഡ് അല്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ട് പറഞ്ഞു. എന്താണ്? ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതവും ഹിമാലയമാണ്. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം. സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേരെന്ത്? പീക്ക് 15. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2400 കിലോമീറ്റർ ദൂരം ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. ലഡാക്ക് പ്രദേശത്ത് ഹിമാലയ പർവ്വതത്തിന് 400 കിലോമീറ്റർ വീതിയുണ്ട്. എന്നാൽ അരുണാചൽ പ്രദേശിലേക്ക് എത്തുമ്പോഴേക്കും വീതി 150 കിലോമീറ്ററായി കുറയുന്നു. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിലായി നിൽക്കുന്ന ഇന്ത്യയുടെ ഭാഗമാണ് ഹിമാലയം. അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത്. മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് അരക്കൻ യോമ എന്നാണ്. ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയാണ് എന്ത്? പാമിർ. ഓക്കെ, പാമിർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളാണ് ഏതൊക്കെ? ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം. ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പാമിർ പീഠഭൂമിയിലാണ്. ഓക്കെ, ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പാമിർ പീഠഭൂമിയിലാണ്. 2 ഭൂഖണ്ഡങ്ങളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായി പർവ്വതനിരകൾ രൂപപ്പെടുന്നതിനാണ് ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 2 ഭൂഖണ്ഡങ്ങളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായി പർവ്വതനിരകൾ രൂപപ്പെടുന്നതിനാണ് ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഓറോജനിക് അപ്ലിഫ്റ്റ്മെൻറ്റിലൂടെയാണ് എന്ത്? പാമിറും രൂപപ്പെട്ടത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമിർ പീഠഭൂമി.
പീഠഭൂമി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കുക. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമിർ പീഠഭൂമി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതിൻ്റെയൊക്കെ PDF നോട്ട് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.